നാളെ എണീച്ച് നടക്കണമെങ്കിൽ ഞാനെന്തൊരു ശക്തി എന്റെ മനസ്സിന് മടപ്പുറയുന്നൊരു ബന്ധം നിങ്ങൾ ബോധ്യമാവും. നാളെ മരണം വേണേ എണീച്ച് നടക്കണ്ടേ? ഒരു നല്ല സഭ എന്തിനിങ്ങനെ അനുകൂലാക്കുന്നു? നിങ്ങളെ മദ്യം കഴിച്ചില്ല, പുസ്തകം കഴിച്ചിട്ടില്ല. എന്റെ ഭക്തന്മാരോട് നല്ല വാക്കുണ്ട് ഞാൻ പറഞ്ഞിട്ടു. ആരെങ്കിലും വ്യക്തിക്കാൻ ഞാൻ പറഞ്ഞില്ല. ബോധ്യമാവും. ഇനി ശബ്ദം ഉണ്ടാവാൻ പാടില്ല. മനസ്സിന് മൊത്തം ഇവിടെ വന്നത് നിങ്ങളെല്ലാം കാണാനും നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ പറ്റില്ല. ദേഷ്യം ഒന്നും എന്നോട് എന്താ ഇങ്ങനെ ആയിപ്പോയത്? നല്ല സ്നേഹമില്ലാതെ എന്താ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം ചെയ്യുന്നു? മുത്തപ്പനോട് സ്നേഹമുണ്ട്, അത് മതി. എന്റെ പറശ്ശിനി മടപ്പൂരിൽ എത്ര കഴിക്കുണ്ടെങ്കിലും നിയന്ത്രിക്കാൻ ഞാനില്ലേ. അങ്ങനെ ദേഷ്യം വന്നു പോയി. ദേഷ്യം വന്ന ശത്രുക്കളുണ്ട്. നിങ്ങൾ മുമ്പിൽ നിന്ന ആളല്ലേ, നിങ്ങളല്ലേ ശത്രുവിനെ എങ്ങനെയാ കാണുന്നത്? സ്നേഹത്തോടെ രണ്ട് കൈകുട്ടിയല്ലേ ശത്രു ഉണ്ടാവും. ദേഷ്യപ്പെട്ട് സംസാരിക്കും. എനിക്ക് നിങ്ങളെ ഇഷ്ടം ഒരേ നിങ്ങൾ വീണ് പോയ കാലത്ത് കൈകുട്ടി ഒന്നും കൂടെ വേദനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ കർമ്മം കഴിയാണ് പറഞ്ഞ ബോധ്യം ഉണ്ടാവുക.